ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. നമുക്കൊരു ദിവസം മൂത്രം പോയില്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അതിനു പുറമെ ആശങ്കയും, ഇനി എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊക്കെ വിചാരിച്ച്. ഇനി മൂത്രത്തിൽ കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ മൂത്രമൊഴുക്കുമ്പോഴുള്ള വേദനയും അസഹനീയമാണ്. പലപ്പോഴും വൃക്കയുടെ മാത്രമല്ല, കരൾ, മൂത്രസഞ്ചി, എന്തിനേറെ മെറ്റബോളിസത്തിന്റെ വരെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ മൂത്രപരിശോധനയാണ് നടത്തുന്നത്. മൂത്രത്തിന്റെ നിറത്തിലോ ഗന്ധത്തിലോ ഉള്ള നേരിയ മാറ്റം പോലും പല രോഗങ്ങളുടെയും അപകട സൂചനകളാണ്. പലപ്പോഴും മറ്റ് ലക്ഷണങ്ങൾ പ്രകടമാകും മുൻപേ ശരീരം മൂത്രത്തിലൂടെ സൂചന നൽകും. അണുബാധകൾ, കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ തുടങ്ങി ചിലയിനം ക്യാൻസറുകൾ വരെ മൂത്രത്തിന്റെ അസ്വാഭാവികതയിലൂടെ അറിയാൻ സാധിക്കും. മൂത്രത്തിലൂടെ പ്രകടമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മൂത്രം ചുവപ്പ് നിറത്തിലോ പിങ്ക് നിറത്തിലോ കാണാറുണ്ടോ? ഇതിനെ ഹെമക്യൂറിയ എന്നാണ് പറയുക. വൃക്കയിലോ മൂത്രസഞ്ചിയിലോ കല്ലുണ്ടെങ്കിലോ ക്യാൻസർ സാധ്യത ഉണ്ടെങ്കിലോ മൂത്രത്തിൽ രക്തം കാണാം. ബീറ്റ്റൂട്ട് പോലുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലമോ ചില മരുന്നുകൾ കഴിച്ചാലോ താൽക്കാലികമായി മൂത്രത്തിന് നിറം മാറ്റമുണ്ടാകാം. ഇതല്ലാതെ ആന്തരിക രക്തസ്രാവം മൂലം ചുവപ്പ് നിറത്തിൽ മൂത്രം പോയാൽ വൈദ്യപരിശോധന നടത്തണം. ഇരുണ്ട തവിട്ട് നിറത്തിലോ ചായയുടെ നിറത്തിലോ മൂത്രം കാണുന്നുണ്ടെങ്കിൽ കരൾ, വൃക്ക, പേശികൾ എന്നിവയ്ക്ക് തകരാറുള്ളതിന്റെ ലക്ഷണമാണ്. കരളിന് സിറോസിസ് പോലുള്ള രോഗമുണ്ടെങ്കിലും ഇത് ശരീരത്തിലെ ബിലിറുബിന്റെ അളവ് കൂടുകയും മൂത്രം ഇരുണ്ട നിറത്തിലുമാകും. വൃക്ക രോഗം മൂർച്ഛിച്ചിട്ടുണ്ടെങ്കിൽ, മലിന വസ്തുക്കൾ അടിഞ്ഞുകൂടി വെള്ളം ധാരാളം കുടിക്കുന്നുണ്ടെങ്കിൽ കൂടി മൂത്രത്തിന് സ്ഥിരമായി ഇരുണ്ട നിറം നൽകും. റാബ്ഡോമെലോസിസ് വന്നാലും മൂത്രം ഇരുണ്ട നിറത്തിലാവും. പേശി കലകൾ വിഘടിപ്പിക്കുകയും മയോഗ്ലോബിൻ രക്തത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും പിന്നീട് മൂത്രത്തിലേക്ക് കലരും. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ വൃക്കകളെ തകരാറിലാക്കും. ഇതിന്റെ കൂടെ മഞ്ഞപ്പിത്തം, ക്ഷീണം, വയറുവേദന എന്നിവ കൂടി ഉണ്ടെങ്കിൽ വൈകിക്കരുത്. മൂത്രത്തിന് സ്ഥിരമായി രൂക്ഷഗന്ധമുണ്ടെങ്കിൽ അത് രോഗത്തിന്റെ സൂചനയാണ്. ഉദാഹരണമായി, മൂത്രനാളിയിലെ അണുബാധ ഉണ്ടെങ്കിൽ മൂത്രത്തിന് അമോണിയയുടേതുപോലുള്ള രൂക്ഷഗന്ധം ആയിരിക്കും. ചില അണുബാധകൾ ഉണ്ടെങ്കിൽ അസാധാരണമായ ദുർഗന്ധം മൂത്രത്തിന് വരാൻ കാരണമാകും. ചില വസ്തുക്കളെ ശരീരത്തിന് വിഘടിപ്പിക്കാൻ സാധിക്കാത്തത് മൂലമാണിത്. മൂത്രത്തിന്റെ ഗന്ധത്തിലുണ്ടാകുന്ന മാറ്റം കരൾ രോഗത്തിന്റെ സൂചനയാണ്. ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാൻ ഇത് കാരണമാകും. രൂക്ഷഗന്ധത്തോടൊപ്പം പനി, മൂത്രത്തിന് നിറം മാറ്റം, വേദന, ആശയക്കുഴപ്പം ഇവയുണ്ടാകുകയും ചെയ്താൽ അതൊരു അണുബാധയുടെയോ ഉടനടി വൈദ്യസഹായം ആവശ്യമുള്ള മെറ്റബോളിക് പ്രശ്നത്തിന്റെയോ സൂചനയാണ്. ഇരുണ്ട മൂത്രം ബാക്ടീരിയയുടെയും ശ്വേതരക്തകോശങ്ങളുടെയും ക്രിസ്റ്റലുകളുടെയും സാന്നിധ്യം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സാധാരണയായി മൂത്രനാളിയിലോ വൃക്കയിലെ അണുബാധയിലോ കാണപ്പെടുന്നു. ഈ അണുബാധകളാണ് മൂത്രത്തിന് ദുർഗന്ധവും സാധാരണയേക്കാൾ കടുപ്പവും വരാൻ കാരണം. സ്ഥിരമായി മൂത്രം പതഞ്ഞതും കുമിളകളായും പോകുന്നത് അമിതമായി പ്രോട്ടീനിന്റെ സാന്നിധ്യം ഉള്ളതിനാലാണിത്. ഈ അവസ്ഥയ്ക്ക് പ്രോട്ടീന്യൂറിയ എന്നാണ് പേര്. വൃക്കകളുടെ തകരാർ മൂലം പ്രോട്ടീൻ രക്തത്തിൽ തന്നെ തുടരാതെ മൂത്രത്തിലേക്ക് കലരാൻ കാരണമാകുന്നു. മൂത്രം പതഞ്ഞു പോകുന്നതിനൊപ്പം കൈകളിലും കാൽപാദങ്ങളിലും കണ്ണുകൾക്ക് ചുറ്റും വീക്കം കാണപ്പെടുകയാണെങ്കിൽ അത് ഗുരുതരമായ വൃക്ക തകരാറിന്റെ സൂചനയാണ്. വേഗം വൈദ്യസഹായം തേടുക. ചിലപ്പോൾ മൂത്രം നീലയോ പച്ചയോ നിറത്തിൽ കാണപ്പെടാറുണ്ട്. ചില മരുന്നുകൾ, മെഡിക്കൽ പരിശോധനകളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ, ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന ഫുഡ് കളർ ഇവയെല്ലാമാണ് ഈ നിറം മാറ്റത്തിന് കാരണം. സ്യൂഡോമോണസ് പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന അണുബാധകൾ മൂലവും മൂത്രത്തിന് പച്ച നിറം വരാം. ഭക്ഷണം മൂലം ഇടയ്ക്കുണ്ടാകുന്ന നിറം മാറ്റങ്ങൾ അപകടകരമല്ല. എന്നാൽ തുടർച്ചയായി മൂത്രം നീലയോ പച്ചയോ നിറത്തിൽ കാണപ്പെട്ടാൽ അണുബാധ മൂലമാണോ അതോ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമോ സംഭവിക്കാം. ചില കേസുകളിൽ മൂത്രത്തിനുണ്ടാകുന്ന അസാധാരണ നിറം മൂത്രനാളിയിലെ അണുബാധയുടെ ആദ്യ സൂചനയാകാം. ആന്റിബയോട്ടിക് ചികിത്സ ഇതിനാവശ്യമായി വന്നേക്കാം.